ബാക്ക് ടു അവർ ചാനൽ അനുനിതിൻ വ്ളോഗ്സ്. എല്ലാവരും സുഖമായിരിക്കല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇതാ നമ്മുടെ പ്രോഡക്റ്റ് കയ്യിലെത്തിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്താ പ്രോഡക്റ്റ് എന്ന്. എന്തായാലും ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് അതിനെപ്പറ്റി പറഞ്ഞുതരാം. അതിനു മുന്നേ ഈ വീഡിയോ ആർക്കാണ് യൂസ്ഫുൾ ആവുക എന്നുള്ളത് ആദ്യം പറയാം അല്ലേ. ഇപ്പോൾ കോവിഡിന് ശേഷം കുറേ പേര് എസ്പെഷ്യലി IT സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഹൈബ്രിഡ് ആണ്, അതായത് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ ഉള്ളവരാണ്. അപ്പോൾ മെയിൻലി IT സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു സെക്കൻഡ് സ്ക്രീൻ ഉണ്ടാവും, ഒരു സെക്കൻഡ് മോണിറ്റർ ഉണ്ടാവും അവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ സെക്കൻഡ് സ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മോണിറ്ററിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റ് സൊല്യൂഷനാണ് ഈ ഒരു സ്ക്രീൻ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ഇതേപോലത്തെ ഒരു ബാഗാണ്. സോ അതിനെ മാറ്റി വയ്ക്കാം. അതിൻ്റെ തൊട്ട് താഴെ ഉള്ളത് ഇൻസ്ട്രക്ഷൻ മാനുവൽ ആൻഡ് ദി അതർ ബുക്ക്ലെറ്റ്സ്. സോ അതും നമുക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഈ ഒരു USB കേബിൾ. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. നൗ മൂവിങ് ഓൺ ടു ദ മെയിൻ പ്രോഡക്റ്റ് വിച്ച് ഇസ് ദി സ്ക്രീൻ. പോർട്ടബിൾ സ്ക്രീൻ ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇനി നമുക്ക് ഈ ബാഗും കൂടെ ഒന്ന് തുറന്ന് നോക്കാം. ഈ ബാഗിൻ്റെ മുകളിൽ തന്നെ ഒരു പ്രിൻറ്റഡ് പേപ്പറിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഹൗ ടു യൂസ് ഇറ്റ് ആസ് എ സ്റ്റാൻഡ് ഫോർ യുവർ സ്ക്രീൻ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ബാഗിനെ ഫോൾഡ് ചെയ്ത് വെക്കാം. ഈ ഒരു ബാഗിൽ തന്നെ നമുക്ക് ഈ ഒരു സ്ക്രീനിനെ ക്യാരി ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നമ്മുടെ സെക്കൻഡ് മോണിറ്ററിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ ലൈറ്റ് വെയ്റ്റ് ഒരു സ്ക്രീനാണ്. വെരി സ്ലീക്ക്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകും. സ്പെഷ്യലി വർക്ക് ഫ്രം ഹോം ഉള്ളവർക്ക് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. വെരി സ്ലീക്ക്, വെരി ലൈറ്റ് വെയ്റ്റ്. ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 15.6 ഇഞ്ചസ് ആണ്, വിച്ച് ഇസ് സിമിലർ ഓർ ബിഗർ ദാൻ എ ലാപ്ടോപ്പ് സ്ക്രീൻ. സോ റിമോട്ട് ജോബ്സ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളൊരു കോൾ അറ്റൻഡ് ചെയ്യുകയാണ്, ഒരു സൂം കോൾ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ക്രീനിൽ, അതായത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് നോട്ട്സ് എഴുതിയെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒരു സെക്കൻഡ് സ്ക്രീൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഇറ്റ്സ് വെരി സ്ലീക്ക്, ലൈറ്റ് വെയ്റ്റ് ടു ക്യാരി. നിങ്ങളൊരു ടാബ് ക്യാരി ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാവുള്ളൂ. ആൻഡ് ആ ഒരു ടാബ് ക്യാരി ചെയ്യുന്ന സ്പേസിൽ യു ആർ ക്യാരിയിങ് എ സെക്കൻഡ് മോണിറ്റർ, വിച്ച് ഇസ് ആക്ച്വലി ഗുഡ്. ഐ എം റിയലി ഇംപ്രസ്ഡ് വിത്ത് ദിസ് പ്രോഡക്റ്റ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ മോണിറ്റർ യൂസ് ചെയ്യുമ്പം ഈ ഒരു ഹോറിസോണ്ടൽ വ്യൂവിലാണ് നമുക്ക് മോണിറ്ററിൻ്റെ സ്ക്രീൻ കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾക്കിത് ഇങ്ങനെയും യൂസ് ചെയ്യാം. അതായത് ഹോറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ രീതിയിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. Now here is the power button. ഇതെങ്ങനെ കണക്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. യു ജസ്റ്റ് നീഡ് എ USB-C ടൈപ്പ് കേബിൾ. അല്ലാതെ ഒരു HDMI കേബിളിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു കേബിളിൻ്റെ ഒരറ്റം നിങ്ങൾ ഈ സ്ക്രീനിലും മറ്റേ അറ്റം ലാപ്ടോപ്പിലും കണക്ട് ചെയ്താൽ മതി. ഞാൻ ഇത് എന്തായാലും ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫങ്ഷനാലിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ സ്ക്രീനിൻ്റെ ഒരു പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം, നിങ്ങളുടെ ബാഗിലിട്ട് കൊണ്ടുപോകാം. നൗ ഇതിൻ്റെ വേറൊരു മെക്കാനിസം കൂടെ കാണിച്ചു തരാം.
സ്റ്റാൻഡ് ഇല്ലാതെ ഇതെങ്ങനെ നിൽക്കും, ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ബാഗ് തന്നെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താൽ ഇതുപോലെ കിട്ടും. ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഈ സ്ക്രീൻ വെച്ചിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഞാനിപ്പോൾ പിടിക്കുന്നില്ല, ഇതിപ്പോൾ ആ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. സോ ഇതിനൊരു സപ്പോർട്ട് ഉണ്ട് ഇവിടെ. സോ അതുകൊണ്ട് അത് എന്തായാലും നിന്നോളും, താഴെ വീഴും എന്നുള്ള പേടിയൊന്നും വേണ്ട. അഗെയിൻ ആസ് ഐ സെഡ്, നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം, അതല്ല ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി വേറൊരു ഓപ്ഷൻ കൂടി കാണിച്ചു തരാം. ഈ സ്റ്റാൻഡ് വേണ്ട, അതായത് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സ്റ്റാൻഡ് വേണ്ട, നിങ്ങൾക്ക് എവിടെയെങ്കിലും മൗണ്ട് ചെയ്ത് വെക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്രൂവിൻ്റെ പോർട്ട് കാണാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും മൗണ്ട് ചെയ്യാം. സോ ദാറ്റ്സ് അബൌട്ട് ദി ഫീച്ചേഴ്സ് ഓഫ് ദി സ്ക്രീൻ. ഞങ്ങളിത് ആക്ച്വലി ഫോണിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, സിൻസ് ഇറ്റ്സ് എ USB കേബിൾ. പക്ഷേ ഫോണിൽ ഇത് അത്ര കോമ്പാറ്റബിൾ അല്ല. ലാപ്ടോപ്പിൽ ഇറ്റ്സ് പെർഫെക്റ്റ്. നിങ്ങൾക്കൊരു സെക്കൻഡ് മോണിറ്റർ ആയിട്ട് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. സ്ക്രീൻ സൈസ് വെച്ച് നോക്കുമ്പോഴും ഇറ്റ്സ് എ ഗുഡ് സ്ക്രീൻ സൈസ്. ആസ് ഐ സെഡ് 15.6 inches ആണ് വരുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രോഡക്റ്റ്. നൗ ഒരു കാര്യം പറയാനുള്ളത്, പ്ലീസ് ഡോണ്ട് കമ്പയർ ഇറ്റ് വിത്ത് ദി മോണിറ്റർ, ബിക്കോസ് അതിൻ്റെ സൈസ് നിങ്ങൾക്ക് അറിയാലോ. ദിസ് വർക്ക്സ് ജസ്റ്റ് ലൈക്ക് എ സെക്കൻഡ് സ്ക്രീൻ ഓഫ് യുവർ ലാപ്ടോപ്പ്. നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനോടൊപ്പം തന്നെ മറ്റൊരു സ്ക്രീനും കൂടി ഉള്ളതുപോലെ നിങ്ങൾക്കിത് വയ്ക്കാം. ബട്ട് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ, സ്പെഷ്യലി നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്കൊരു മോണിറ്ററും ക്യാരി ചെയ്ത് പോകാൻ പറ്റില്ല. സോ ആ സമയത്തൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബാഗിലിട്ട് നമുക്ക് കൊണ്ടുപോകാം. സോ ഫൈനലി ഞങ്ങളിത് എവിടെ നിന്നാണ് മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഇസ് ഫ്രം ആമസോൺ. ഇതിൻ്റെ ബ്രാൻഡ് ASUS ആണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 521 dirhams ആണ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ടുഡേയ്സ് വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി ടെക്കീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റാണ്. സോ വൈൻഡിങ് അപ്പ്, നമുക്ക് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.